ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മഷ്റൂം മോഡലിൽ ഒരു ഫയറി ഹൗസ് ഉണ്ടാക്കുന്ന വീഡിയോയാണ്. അപ്പം ഇത് സാധാ സിമൻറ്റ് മണലും കൊണ്ട് ഉണ്ടാക്കിയ വീഡിയോ ആയതുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടും. സാധാരണ ക്ലേയും മറ്റും ഉപയോഗിച്ചാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ കൂടുതൽ ഇടുന്നത്. അപ്പോൾ അതിനൊക്കെ വലിയ ചിലവാണ്. അപ്പം സിമൻറ്റ് മണലും ആകുമ്പോൾ നമുക്ക് ചിലവ് കുറഞ്ഞ് നിൽക്കും, വലിയ വെയിറ്റ് ഒന്നുമില്ല, കാണാൻ നല്ല രസവുമുണ്ട്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്കൊരു മോൾഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ മോൾഡിന് പകരം ഞാൻ സാധാ മണലാണ് എടുത്തേക്കുന്നത്. ഇനിയിപ്പം നമുക്ക് നമ്മൾ മോൾഡിന് എടുത്തേക്കുന്ന ആ മണലിൻ്റെ മുകൾ സൈഡ് വീതി കുറച്ചും അടി സൈഡ് അതേ വീതിക്കും ഒരു റൗണ്ട് ഷേപ്പിന് ചെത്തി നല്ല ഫിനിഷ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് സിമൻറ്റ് മണലും എടുത്തേക്കുന്നത് സിമൻറ്റ് 1 മണൽ 1 എന്നുള്ള അതേ അളവിലാണ് എന്ന് ഞാൻ എടുക്കുന്ന എൻ്റെ എല്ലാ വീഡിയോയിലും ചേർക്കുന്ന അതേ അളവ് തന്നെയാണ്. ഇനി നമുക്ക് സിമൻറ്റ് ഒരു മീഡിയം ലൂസിന് സിമൻറ്റ് മണലും കൂടെ മിക്സ് ചെയ്ത് ഒരുപാട് വെള്ളം ചേർക്കാതെ നമുക്ക് ആ മോൾഡിന് ചുറ്റാതെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ തേച്ച് പിടിപ്പിക്കുമ്പോൾ ഒരു 4 ഇഞ്ച് കനമൊക്കെ മതി, ഒരുപാട് കനം വേണ്ടി വരില്ല. കാരണം സിമൻറ്റും മണലും തുല്യ അളവിലെടുത്തുകൊണ്ട് നല്ല ബലമായിരിക്കും. അപ്പോൾ അതിന് ഏകദേശം ഒന്ന് റൗണ്ട് ഷേപ്പ് വരത്തക്ക രീതിയിൽ കരണ്ടി കൊണ്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് ആ ഒരു അടി സൈഡ് വീതി കൂട്ടി മേലിൽ വീതി കുറച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ സാധാ നെറ്റ് കമ്പിയാണ്. അപ്പോൾ അതൊരു റൗണ്ട് ഷേപ്പിന് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ വെച്ചിട്ട് അവിടെ കുറച്ച് സിമൻറ്റ് കോരി നമുക്കൊന്ന് ബലപ്പിച്ച് വയ്ക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ മഷ്റൂമിൻ്റെ അടി സൈഡിലുള്ള ആ തണ്ടൊക്കെ ചെറിയ വരകൾ ഇട്ട് കൊടുക്കാം. അപ്പം ഒരുപാട് താത്ത് വരയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ടൂൾസ് കൊണ്ട് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് സൈഡ് അടുത്തതായിട്ട് ആ ഫ്രണ്ട് സൈഡിലൊന്ന് ഒരു ലെവൽ ചെയ്ത് ഒന്ന് അരിഞ്ഞ് കളയണം കുറച്ച്. അവിടെ ഒരു ഡോറിൻ്റെ ആകൃതിയിൽ നമുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പം അവിടെ വന്ന ഷേപ്പിനൊന്ന് അരിഞ്ഞ് കളഞ്ഞിട്ട് അതിനൊന്ന് ഫിനിഷ് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റാതെ നമുക്കൊരു ഉദ്ദേശ അളവിന് ഒരു ചെറിയ ബോർഡറായിട്ട് ചെറിയ കനത്തിന് ഒട്ടിച്ചെടുക്കാം. അതൊന്ന് മൊത്തം ഒന്ന് ഒട്ടിച്ചിട്ട് ഒരുപാട് കനമൊന്നും വേണ്ട, നൈസ് കനം മതി. അപ്പം ആ ഒരു ചെറിയൊരു കനത്തിന് ഒട്ടിച്ചെടുത്തിട്ട് അതിനെ ഒന്ന് കറക്റ്റ് ലെവലിന് ഒന്ന് നമ്മളെ കയ്യിലിരിക്കുന്ന ആ കത്തി കൊണ്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി. ചെറിയൊരു ലെവൽ മാത്രം, ഒരുപാട് വളവുണ്ടായിരുന്നാലും വലിയ വിഷയമൊന്നുമില്ല. പിന്നെ ഒരു പേപ്പർ ഒരു റൗണ്ട് ഷേപ്പിന് മുകൾ സൈഡ് ഒരു ഡോറിൻ്റെ അളവിന് വെട്ടിയെടുത്തിട്ട് അതിൽ ഒട്ടിച്ച് വെച്ചിട്ട് ആ ഒരു അളവിന് നമുക്ക് മാർക്ക് ചെയ്ത് ബാക്കിയുള്ള ആ സിമൻറ്റെല്ലാം അരിഞ്ഞ് കളയാം. ഇപ്പോൾ വെളി സൈഡ് മൊത്തം അരിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ഡോറിൻ്റെ അതേ വീതിക്ക് നമുക്ക് കിട്ടുന്ന ഒരു ചെറിയൊരു വീതിക്ക് ആ ഡോറിൻ്റെ ഷേപ്പിന് അക സൈഡും കൂടെ ഒന്ന് വെട്ടിക്കളയണം. എന്നിട്ട് ആ തിരിച്ചുള്ള ആ ഒരു ബോർഡറിൻ്റെ ആ ഒരു സ്ഥലത്തുള്ള സിമൻറ്റ് അവിടെ വെച്ചേക്കണം. ബാക്കിയെല്ലാം ഒരു ലെവലിന് തന്നെ കട്ട് ചെയ്ത് ബ്ലേഡ് കൊണ്ട് തന്നെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി അതിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന സിമൻറ്റൊക്കെ ഒന്ന് ചുരണ്ടി കളയണം. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ആ ഡോറിൻ്റെ അക സൈഡിലുള്ള ആ പലകയുടെ ആകൃതിയിൽ അവിടെ ഒരു 3 പീസായിട്ട് അങ്ങ് വരച്ചെടുക്കാം. അപ്പോൾ അതിനൊന്ന് വരച്ചെടുത്തിട്ട് അതിനൊന്ന് പലകയുടെ ആകൃതിയിൽ ചെറിയതായിട്ടൊന്ന് ആ കത്തി കൊണ്ട് തന്നെ ഒന്ന് വരയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പം കാണുമ്പോൾ ഒരു പലക പീസിൻ്റെ ഒരു ലുക്കൊക്കെ വരും. അത് കഴിഞ്ഞിട്ട് ആ പലകയുടെ ആ ഒരു സൈഡിൽ ചെറിയൊരു ബോർഡറും കൂടെ അകത്തുള്ള വെച്ച് കൊടുക്കണം. കാരണം ഡോറിൻ്റെ അകത്തുള്ള ലോക്കിൻ്റെ ചെറുതായിട്ടൊന്ന് സിമൻറ്റ് അവിടെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് അതിനൊന്ന് കത്തിക്ക് ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റെപ്പ് ആ പലകയുടെ ആകൃതിയിലൊന്ന് വരച്ചൊക്കെ എടുത്ത് ഇപ്പുറത്തും 2 ചെറിയ പീസ് വയ്ക്കേണ്ടതുണ്ട്. ഇനി മുകളിലത്തെ ആ കതവിനോട് ചേർന്ന് വരുന്ന ഒരു ജനലിൻ്റെ ആകൃതിയിൽ അവിടെയും കൂടെ സിമൻറ്റ് അതിനകം മൊത്തം ഫില്ല് ചെയ്തങ്ങ് ഒട്ടിച്ചിട്ട് അവിടെ ഒരു 3 പീസായിട്ടങ്ങ് നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഒട്ടിച്ച സിമൻറ്റ് നമ്മൾ മോൾഡിന് പകരം വെച്ചിരിക്കുന്ന മണലിൻ്റെ ആ ഗ്യാപ്പ് എത്തത്തക്ക രീതിയിൽ നമുക്ക് ഉള്ളിലോട്ട് പതുക്കെ എല്ലാം കട്ട് ചെയ്തങ്ങ് എടുക്കാം. നമുക്ക് ഇതിനകത്ത് ബൾബൊക്കെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ വെളിയിലോട്ട് വെട്ടം വരാൻ കാണാൻ നല്ല ലുക്കായിരിക്കും. അതിനുവേണ്ടി നല്ല കുഴിച്ച് ഇനങ്ങ് എടുക്കുക. ഇനിയിപ്പോൾ ആ ഡോറിൻ്റെ അകത്തുള്ള അതിനകത്ത് ചെറുതായിട്ടൊരു റൗണ്ട് ഷേപ്പിന് ശകല സിമൻ്റ് ഒന്ന് ഉരുട്ടി വെച്ചിട്ട് ആ കത്തി കൊണ്ട് തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ ഡോറിൻ്റെ 2 കൊളുത്തിൻ്റെ അവിടെയും ചെറുതായിട്ടൊരു സിമൻറ്റിന് തന്നെ അവിടെ ഒരു ചെറിയ പീസ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ആ 2 കൊളുത്തും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഒരു ജനലിൻ്റെ ഒരു ആകൃതിയിൽ ശകല ഒരു സിമൻ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ആ കത്തി ഉപയോഗിച്ച് തന്നെ ഒന്ന് ലെവലിന് 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 4 സൈഡ് ഏകദേശം ഒരു ലെവലിന് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അതിനകത്ത് 4 പാളി ജനൽ പാളിയുടെ അതേ ഒരു ചെറിയൊരു വലിപ്പത്തിന് 4 കോളം കണക്ക് അവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ആ കട്ട് ചെയ്തെടുക്കുന്ന ആ പീസുകളും ഉള്ളിൽ നമ്മൾ മോൾഡിന് വരെ വെച്ചിരിക്കുന്ന മണൽ എത്തത്തക്ക രീതിയിൽ അവിടെ ഹോളായിട്ട് തന്നെ ഇടുക. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ഒരു ജനലിൻ്റെ പാളി കണക്ക് ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം സമയം ഒരുപാടാവുന്നത് കൊണ്ടാണ് ഏകദേശം ഒന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ഐഡിയ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ വേണോ ആ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ജനൽ പാളിയൊക്കെ സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ടോപ്പാണ് മഷ്റൂമിൻ്റെ ടോപ്പിൽ ഹൈറ്റ് വേണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് തെർമോകോളിൻ്റെ പീസ് നമുക്ക് ഒടിച്ച് നമുക്ക് പൊക്കത്തിന് അനുസരിച്ച് കുറേശ്ശെ സിമൻറ്റ് ഇട്ട് അതൊന്ന് ഉറപ്പിക്കുക. അപ്പോൾ ഒരുപാട് വെയിറ്റ് വരത്തില്ല. ഇപ്പോൾ സിമൻറ്റ് മാത്രം ഒരുപാട് നമുക്ക് തേച്ച് പിടിപ്പിച്ച വെയിറ്റ് കൂടിപ്പോവും. അതുകൊണ്ട് മഷ്റൂമിൻ്റെ ആ ഒരു കൂണിൻ്റെ ഏറ്റവും മുകൾ ഭാഗം നമുക്ക് തെർമോകോൾ ഇട്ട് കൊടുത്ത വെയിറ്റും കുറഞ്ഞിരിക്കും. ഇനി ആ ഒരു മഷ്റൂമിൻ്റെ ഏറ്റവും മുകൾ സൈഡിൻ്റെ ആകൃതിയിൽ ആ സിമൻ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഏകദേശം ഒരു ദിവസം ഒന്ന് ഉണങ്ങാൻ വെച്ചിരിക്കണം. ഉണങ്ങാൻ വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ ആ മഷ്റൂമിൻ്റെ അടിസൈഡിലൊന്ന് കവറോ അല്ലെങ്കിൽ തുണിയോ കൊണ്ട് ചുറ്റിയിട്ട് ബാക്കി ഇനിയിപ്പം അടുത്ത് കൈ കൊണ്ട് നമുക്ക് സിമൻറ്റും മണലും കൂടെ മിക്സ് ചെയ്ത് കൈ കൊണ്ട് തന്നെ ഒന്ന് വാരി പൊട്ടിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഒന്നിനുള്ള സിമൻറ്റ് മണലും ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ തേച്ച് പിടിപ്പിച്ചാലും അത് പിടിച്ചോളും. ഇപ്പോൾ കൈ കൊണ്ട് തന്നെ നമുക്ക് ആ മഷ്റൂമിൻ്റെ ആകൃതി വരുത്തക്ക രീതിയിൽ എത്ര കനം വേണോ അതിൻ്റെ വലിപ്പം എത്ര വേണോ എന്നുള്ള രീതിയിൽ നിങ്ങൾ തേച്ച് പിടിപ്പിച്ചെടുക്കുക. ഇപ്പം നമ്മൾ മഷ്റൂമിൻ്റെ മുകൾ സൈഡൊക്കെ കൈ കൊണ്ട് തന്നെ സിമൻറ്റ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കൈ കൊണ്ട് തന്നെ ഒന്ന് റൗണ്ടിനൊന്ന് തേച്ച് തിളപ്പിച്ചൊന്ന് 4 സൈഡിലൊന്ന് കറക്കി പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഏകദേശം ഫിനിഷിങ് ആയിക്കോളും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ മഷ്റൂമിൻ്റെ മുകൾ സൈഡിലുള്ള ആ ഒരു വരയൊക്കെ വരത്തക്ക രീതിയിൽ എല്ലാ സൈഡിലും നമുക്ക് ഇഷ്ടപ്പെട്ട സൈഡിലൊക്കെ ഒന്ന് വരയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മണൽ ഏറ്റവും മുകളിലൊരു ജനൽ വയ്ക്കാനുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു മണലൊരു കറക്റ്റ് സ്ക്വയറിന് ചെറുതായിട്ടൊന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടും സിമൻറ്റ് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഒരു മുകൾ സൈഡ് റൗണ്ട് വരത്തക്ക രീതിയിൽ. പിന്നെ അതിനകത്ത് ഒരു 4 പാളിയുടെ അതേ ഒരു ആകൃതിയിൽ നമ്മൾ ആ മണലെത്തത്തക്ക രീതിയിൽ തന്നെ അവിടെ കുഴിച്ച് തന്നെ എടുത്തു അകത്ത് ഹോള് കിടക്കത്തക്ക രീതിയിൽ. അപ്പം അവിടെ ഏകദേശം പണി കഴിഞ്ഞു. ഇനി അടുത്ത് തെർമോകോളിൽ ഞാൻ അവിടെ അടുക്കളയുടെ മുകളിലൊക്കെ വരുന്ന ചുമ്മിനിയുടെ ഒരു മോഡലിൽ ഒരു തെർമോകോളിൻ്റെ പീസ് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെട്ടിയെടുത്തിട്ട് മുകളിൽ നമ്മൾ വെക്കേണ്ട സ്ഥലത്ത് അവിടെ ഒരു ശകലം സിമൻ്റ് ഒന്ന് ചുരണ്ടി കളഞ്ഞിട്ട് അതിലോട്ട് ഇറക്കി വെച്ചിട്ട് നമുക്ക് സിമൻറ്റ് ഇട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് സിമൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ചെറിയൊരു ലൂസിന് ബ്രഷിന് ഒന്ന് അടിച്ച് കൊടുത്താൽ മാത്രം മതി. തെർമോകോളിൽ സിമൻറ്റ് പിടിച്ചോളും. അപ്പം എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ ബ്രഷിന് തന്നെ അത് തേച്ച് പിടിപ്പിക്കുക. കാരണം അത് തേച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് സിമൻറ്റ് മാത്രം വെള്ളത്തിൽ മിക്സ് ചെയ്ത് അത് തേച്ച് എല്ലാ സൈഡിലും ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉണങ്ങുന്നതിനനുസരിച്ച് 2-3 പ്രാവശ്യം ബ്രഷ് ചെയ്തിട്ട് കത്തി ഉപയോഗിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ആ ഒരു കല്ലിൻ്റെ ആകൃതിയിലും കൂടെ അവിടെ ഒന്ന് വരച്ച് കൊടുക്കുക. അവിടെ എല്ലാം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഈ മഷ്റൂമിൻ്റെ മുകൾ സൈഡിലൊക്കെ കറുത്ത കുത്തുകളൊക്കെ കാണും. ചിലതിൽ വെള്ളമായിരിക്കും. നമ്മളിവിടെ കൊടുക്കുന്നത് കറുത്ത കുത്തുകളാണ്. അപ്പോൾ അതിനുവേണ്ടി സിമൻറ്റ് വെള്ളം കൂടെ ഒരു കട്ടിക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട്
അവിടെ കൈ കൊണ്ട് തന്നെ ഉരുട്ടി ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മഷ്റൂമിൻ്റെയൊക്കെ മുകൾ സൈഡിൽ, വീട്ടിൻ്റെയൊക്കെ മുകൾ സൈഡിൽ മഞ്ഞിൻ്റെയൊക്കെ ഒരു ഫീലിംഗ് വരാൻ വേണ്ടിയാണ്. അപ്പം ഐസ് കട്ടയിടാം. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടി സിമൻറ്റ് വെള്ളം ഇച്ചിരി കൂട്ടിയിട്ട് കരണ്ടിക്ക് കോരിയും ഒഴിച്ചു കൊടുത്താൽ മതി. അത് ഒലിച്ചിറങ്ങണതിനനുസരിച്ച് നമുക്ക് അവിടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് പെയിൻ്റൊക്കെ ചെയ്യുന്നിടത്ത് കാണാൻ നല്ല ലുക്കായിരിക്കും. അപ്പോൾ ആ മഞ്ഞിൻ്റെ ഷേപ്പ് വരത്തക്ക രീതിയിൽ നല്ല തടുപ്പിന് തന്നെ സിമൻറ്റ് പ്രത്യേകിച്ച് ആകൃതിയൊന്നും വേണ്ട, ഈ കോരി തടുപ്പായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് താഴോട്ട് മഞ്ഞ് ഒലിച്ചിറങ്ങുന്ന രീതിയിലുള്ള ആ ഒരു രീതിക്കും കൂടെ നമുക്ക് സെറ്റാവുന്നതിനനുസരിച്ച് കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നല്ലോണം നനച്ചു കൊടുത്തിട്ട് നമുക്ക് ഇളക്കിയെടുത്ത് അതിനകത്തുള്ള മണലെല്ലാം ചുരുണ്ടിയെടുത്ത് കളയാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പലകയുടെ പീസിൻ്റെ ഒരു ലുക്കിൽ അടിസൈഡിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് സിമൻറ്റ് ഒരു 1 ഇഞ്ച് കനത്തിന് പൊക്കത്തിനിട്ടിട്ട് നമ്മൾ മഷ്റൂം വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള ആകൃതിക്ക് അതിനകത്തുള്ള സിമൻറ്റ് ഞാൻ അരിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് വെളിയിൽ അതെല്ലാം ഒന്ന് കരണ്ടിക്ക് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ആ ഫ്രണ്ട് വാതിലിൻ്റെ അതേ സ്ഥാനത്ത് തന്നെ നമുക്കൊരു 3 സ്റ്റെപ്പും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ചെറുതായിട്ട് സ്റ്റെപ്പിൻ്റെ ആകൃതിയിൽ വെട്ടിയെടുത്താൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലം റൗണ്ടിനും നമ്മൾ തടിയുടെ ഫീലിംഗ് വരത്തക്ക രീതിയിൽ കരണ്ടി കത്തി ഉപയോഗിച്ച് തന്നെ കുറച്ച് വരകൾ ഇട്ട് കൊടുക്കാം. അപ്പം ഒരു തടിയുടെ ഒരു ഫീലിംഗ് ഒക്കെ വരും. അടിസൈഡിൽ തടിയുടെ മുകളിൽ മഷ്റൂം അരിക്കും കണക്ക് കാണാൻ നല്ല ലുക്കായിരിക്കും. അപ്പോൾ തടിയുടെ ഷേപ്പിനുള്ള വരകളൊക്കെ അകസൈഡും നല്ലോണം ഒന്ന് വരച്ച് തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മഷ്റൂമിനോട് ചേർത്ത് ചെറിയ മഷ്റൂമിൻ്റെ സൈസിന് സിമൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്താണ് കട്ടിക്ക്. അപ്പം അതിൻ്റെ തണ്ടിൻ്റെ ആകൃതിയിൽ അതിലോട്ട് ഉരുട്ടി നമുക്ക് അതിലോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ട് ഈ 2 സൈഡിൽ 2 മഷ്റൂമിൻ്റെ ചെറിയ പീസുകളാണ് കൊടുക്കുന്നത്. അപ്പം ആ ഒരു ആകൃതിക്ക് ചെറുതായിട്ടൊന്ന് കട്ടിക്ക് തന്നെ തേച്ച് പിടിപ്പിച്ചിട്ട് അതിൻ്റെ മുകൾ സൈഡിലുള്ള റൗണ്ട് ഷേപ്പിന് സിമൻറ്റ് തന്നെ ബോളായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് വിരൽ കൊണ്ട് തന്നെ അതിനെ ഒന്ന് മഷ്റൂമിൻ്റെ ആകൃതിയിൽ എടുക്കുക. എന്നിട്ട് അതിനെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് 2 സൈഡിലോട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പം മഷ്റൂമിൻ്റെ മുകൾ സൈഡിലത്തെ പീസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഒട്ടിച്ച് വെച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം. ഇനി അടുത്ത് മുകളിൽ നിന്ന് ആ മഞ്ഞ് താഴോട്ട് ഉരുകി വീഴുന്ന ആ ഒരു ഫീലിംഗ് വരാൻ വേണ്ടി ആ തടിയുടെ പുറത്തും കൂടെ ഗ്രൗട്ട് സിമൻറ്റ് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് അവിടെയും കൂടെ ഒന്ന് കരണ്ടി കൊണ്ട് തന്നെ കോരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മുകളിൽ നിന്ന് മഞ്ഞ് താഴോട്ട് വീഴുന്ന ആ പെയിൻറ്റൊക്കെ ചെയ്യുമ്പോൾ കാണാൻ നല്ല ലുക്കായിരിക്കും. അത് കഴിഞ്ഞ് ഏകദേശം 2-3 ദിവസം നല്ലവണ്ണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്ന എല്ലാ പെയിൻറ്റും ആക്രിലിക്കിൻ്റെ കളർ തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യം ആക്രിലിക്കിൻ്റെ റെഡാണ് നമ്മൾ കൂണിൻ്റെ ഏറ്റവും മുകൾ സൈഡിൽ അടിച്ചു കൊടുക്കുന്നത്. നമ്മൾ കൂണിൻ്റെ മുകൾ സൈഡിലൊക്കെ ഞാൻ അടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ശകലം റെഡും യെല്ലോയും കൂടെ തുല്യ അളവിലൊന്ന് മിക്സ് ചെയ്ത് ചെയ്യപ്പോഴേ ഏകദേശം ഒരു ഓറഞ്ച് കളർ കിട്ടും. അപ്പോൾ അത് നമ്മൾ മഷ്റൂമിൻ്റെ എൻഡിലും കൂടെ ടച്ച് ചെയ്ത് കൊടുക്കുക, എൻഡിലും ആ അടിസൈഡിലും കൂടെ. അപ്പോൾ താഴത്തെ ചെറിയ മഷ്റൂമിൻ്റെ അടിസൈഡിലും കൂടെ ആ കളർ തന്നെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വെള്ളയും മഞ്ഞയും കൂടെ, വെള്ള കൂടുതലും മഞ്ഞ ഒരു ശകലം മാത്രം മതി, തുല്യ അളവിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് മഷ്റൂമിൻ്റെ പുറ സൈഡിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മഷ്റൂമിൻ്റെ ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന ആ വെള്ള
പിന്നെ നമ്മൾ സിമൻറ്റ് റൗണ്ടിന് പിടിച്ച് വെച്ചിരിക്കുന്നതിനൊക്കെ ബ്ലാക്ക് കളർ തന്നെ അടിച്ചു കൊടുക്കാം. ആ ബ്ലാക്ക് കളർ ആ തടിയിലും കൂടെ ഒരു കോട്ട്, താഴത്തെ ഏറ്റവും അടി സൈഡിൽ തടി ആകൃതിയിൽ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന അവിടെയും കൂടെ ഒരു കോട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ അതെല്ലാം കൊടുത്തിട്ട് ഡോറിൽ ആദ്യം നമുക്കൊരു പച്ച കളറ് ഒന്ന് നൈസായിട്ടൊന്ന് ടച്ച് ചെയ്ത് അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അക്രിലിക്കിൻ്റെ വൈറ്റും ബ്രൗൺ കളറും കൂടെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പച്ച കളർ ഉണങ്ങുന്നതിനനുസരിച്ച് അതിൻ്റെ പുറത്തു കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോറിൻ്റെതും ജനലിൻ്റെയും കൂടെ വെളി സൈഡ് ഭാഗങ്ങളിലെല്ലാം റെഡും ബ്രൗണും കൂടെ തുല്യ അളവിൽ മിക്സ് ചെയ്ത് ആ പുറ സൈഡും കൂടെ അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ആ അടുക്കളയുടെ ചുമ്മിനി പിന്നെ മുകളിലത്തെ വിൻഡോയുടെ മുകളിൽ സൈഡിലും കൂടെ ബ്ലൂ കളറാണ്, അക്രിലിക്കിൻ്റെ ബ്ലൂ കളറാണ് ഞാൻ മിക്സ് ചെയ്ത് അടിച്ചിരിക്കുന്നത്. പിന്നെ മഞ്ഞിലൊക്കെ മഞ്ഞിൻ്റെ ആ ഒരു ഫീല് വരാൻ വേണ്ടി നമുക്ക് വെള്ള കളർ തന്നെ ടച്ച് ചെയ്ത് കൊടുക്കുക. ആ വെള്ള കളർ എല്ലാം ടച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അക്രിലിക്കിൻ്റെ സിൽവർ ഷെയ്ഡ് ഒരു ആ ജനൽപ്പാളിയിലും എല്ലാ സൈഡിലും കൂടെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.